എല്ലാവർക്കും നമസ്കാരം. ഈ യൂട്യൂബിൽ ഇപ്പം ഞാൻ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടും എൻ്റെ ചാനൽ ഉണ്ടാക്കിയിട്ടും അതിൽ ഞാൻ കുറച്ച് പോസ്റ്റുകളും ഷോർട്സും വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ട് ഒരു 1.5 മാസം, കഷ്ടിച്ച് 2 മാസം ആവുന്നതേ ഉള്ളൂ. അതിന് മുമ്പെയൊക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫേസ്ബുക്കും വാട്സപ്പും ഫേസ്ബുക്കും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. അതിനു മുമ്പേ ഓർക്കൂട്ടൊക്കെ ആയിരുന്നു. ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് പോസ്റ്റുകൾ അവിടെ എഴുതിയായിരുന്നല്ലോ ഇട്ടിരുന്നത്. അപ്പം അങ്ങനെ ഞാൻ വർഷങ്ങളോളം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ വന്ന് കമൻ്റ് എഴുതുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പോസ്റ്റ് ഇടാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ കുറേ കാലം പോസ്റ്റുകളൊക്കെ ഇട്ട് അങ്ങനെ ഫേസ്ബുക്ക് ഇഷ്ടപ്പെട്ട് അതിൽ അങ്ങനെ ആസ്വദിച്ച് പോയിരുന്നു കുറേ കാലം. കഴിഞ്ഞ ഒരു വർഷം, ഒരു 1.5 വർഷം, 2 വർഷത്തോളം തന്നെ പറയാം ആയിട്ട് എന്തുകൊണ്ടോ ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവ് അല്ലാതായി. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കെന്തോ അതിനോട് അത്ര താല്പര്യം തോന്നിയില്ല. ഞാൻ വാട്സപ്പ് നോക്കും. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഞങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 10ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ പഴയ 42 വർഷങ്ങൾക്ക് മുമ്പെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് കിട്ടിയതിലുള്ള സന്തോഷത്തിൽ ആ ഗ്രൂപ്പിൽ ഞാൻ കൂടുതൽ ആക്റ്റീവ് ആയതുകൊണ്ടോ എന്തുകൊണ്ടോ ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെ ആക്റ്റീവ് അല്ലാതെ ആയി ഫേസ്ബുക്ക് ഞാൻ ഒട്ടും നോക്കാത്തൊരവസ്ഥയിലേക്ക് പോയി. പണ്ടൊക്കെ ഞാൻ ഫേസ്ബുക്കിലെ എല്ലാ ഫ്രണ്ട്സിൻ്റെയും പോസ്റ്റുകളൊക്കെ വായിക്കുകയും അതിനൊക്കെ കമൻ്റ് ഇടുകയും അങ്ങനെ ചെയ്തിരുന്ന, സ്ഥിരമായിട്ട് ഫേസ്ബുക്കിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നു. ഞാനും പോസ്റ്റുകൾ ഇടായിരുന്നു. അങ്ങനെ പിന്നെ ഈ ഒരു കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഞാനത് തീരെ നോക്കാതായപ്പം ഫേസ്ബുക്കിന് അങ്ങനെ നോക്കാണ്ടായപ്പോൾ അതിന് വന്ന വ്യത്യാസം ഞാൻ അറിഞ്ഞില്ല. ഇപ്പം ഞാൻ രണ്ടാമതും ഈ ഫേസ്ബുക്ക് ആക്റ്റീവായി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുകയും ആരുടെയെങ്കിലുമൊക്കെ പോസ്റ്റുകളൊക്കെ എന്താണ് ഫേസ്ബുക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നറിയാൻ വേണ്ടി അത് ഓപ്പൺ ചെയ്തൊക്കെ നോക്കിയപ്പോൾ ഫേസ്ബുക്ക് ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഈ ഒരു 1.5-2 വർഷം കൊണ്ട്. പണ്ട് പോസ്റ്റുകൾ മാത്രം ഉണ്ടായിരുന്ന ഫേസ്ബുക്കിൽ ഇന്ന് ഷോർട്സുകളും റീലുകളും ആണ് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ യൂട്യൂബിൽ നമ്മൾ ഒരുപാട് സ്ഥിരമായിട്ട് കാണാറുള്ള ചാനലുകളുള്ള ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, ഞാൻ യൂട്യൂബിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ചാനലുകാരുണ്ട്. അവരൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. ഫേമസ് ആയിട്ടുള്ളതും അല്ലാത്തതായിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട തരത്തിലുള്ള അവർ കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാർ. അവരുടെ ഷോർട്സ് വീഡിയോസൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടെന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ യൂട്യൂബിലും ഉണ്ട്. പക്ഷേ അതേപോലെ തന്നെ അവർ ഫേസ്ബുക്കിലും അവരുടെ അക്കൗണ്ടിലൂടെ അവരുടെ ജീവചരിത്രങ്ങളും അവർ തുടങ്ങാനിടയായ കാര്യങ്ങളും അവരുടെ ഫാമിലിയുടെ കാര്യവും അവർ കല്യാണം കഴിച്ചതും പെണ്ണ് കണ്ടതും അങ്ങനെയായിട്ടുള്ള അവരുടെ നിത്യജീവിതത്തിലെ കാര്യങ്ങളെല്ലാം ഓരോ എപ്പിസോഡ്സായിട്ട് ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ടായിരുന്നു. ആ കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ 2 വർഷമായിട്ട് ഫേസ്ബുക്ക് നോക്കാത്തത് കൊണ്ട് ഇത് എപ്പോഴാണ് തുടങ്ങിയെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഞാനിപ്പോൾ നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതമായി. ഞാനത് വായിച്ച് നോക്കിയപ്പോൾ കുറേ എപ്പിസോഡ്സായിട്ട് അവരിങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കുകയാണത്. ഞാൻ വിചാരിച്ചു എന്താ ഇവരൊക്കെ ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതുന്ന, അവരൊക്കെ യൂട്യൂബിലത്തെ ആൾക്കാരല്ലേ, അപ്പോൾ അവരൊക്കെ എന്താ ഫേസ്ബുക്കിൽ ഇങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയപ്പോൾ എല്ലാവരും ഫേസ്ബുക്കിൽ ഇപ്പം പഴയ കഥകളും അവരെ കുടുംബകാര്യങ്ങളും ജീവചരിത്രങ്ങളും ഒക്കെ പല എപ്പിസോഡ് പോലെ ഓരോരോ ഇത് കണ്ടിന്യൂഷനായിട്ട് അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാരുടെ അങ്ങനെ കണ്ടു. പിന്നെ നോക്കുമ്പോൾ ഒരുപാട് റീൽസ്, പല ആൾക്കാരും റീൽസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ ഷോർട്സ് നിന്നാണ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം ഫോളോവേഴ്സ് നിന്നാണ് കാണിക്കുന്നത്. ഫേസ്ബുക്കിൽ ഫ്രണ്ട്സ് മാത്രമേ എനിക്ക് എൻ്റെ അറിവിലുള്ളൂ. ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക, ഫ്രണ്ടായി മാറുക, അത് മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിൽ നോക്കുമ്പോൾ എല്ലാം ഫോളോയിങ് എന്നാണ് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ഫോളോവേഴ്സാണ് ആയി മാറുന്നത്. അപ്പം ഫേസ്ബുക്കിന് എപ്പോഴാണ് ഈ മാറ്റം വന്നതെന്നുള്ളത് ഞാൻ അറിഞ്ഞതേയില്ല. ഈ കുറച്ച് കാലത്തെ എൻ്റെ തിരോധാനത്തിൻ്റെ സമയത്തായിരിക്കണം ഇത് സംഭവിച്ചിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നു. ഫേസ്ബുക്ക് തുറന്ന് നോക്കുമ്പോൾ ഞാനൊരു പുതിയ ലോകത്തിലെത്തിയ പോലെയാണ് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് തോന്നുന്നത്. ഞാനിപ്പോൾ ഒരു 1-2 മാസമായിട്ട് ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ഫേസ്ബുക്ക് തുറന്നൊക്കെ നോക്കിയപ്പം അതിൽ വലിയ മാറ്റമാണ് എനിക്ക് കാണാൻ പറ്റിയത്. അപ്പം ഞാൻ വെച്ച് എന്തുകൊണ്ടായിരിക്കും ഇവരൊക്കെ ഇതിനകത്ത് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതിനെ ഒരു റീസൺ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ആരോ എഴുതിയ സ്ത്രീനെ എനിക്ക് പരിചയമില്ല. ആ സ്ത്രീ എഴുതിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഫേസ്ബുക്കിൽ ഇപ്പോൾ അതിൻ്റെ സിസ്റ്റങ്ങളൊക്കെ മാറിയിട്ട് അതിലും നമ്മൾ പോസ്റ്റുകൾ ഇടുമ്പോഴും റീൽസ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഈ ഷോർട്സ് ഇടുന്നതിനും ഒക്കെ ഇൻകം കിട്ടുന്നുണ്ട് എന്നാണ് ആ സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. അത് സത്യമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് ഇൻകം കിട്ടിയെന്നാണ് ആ സ്ത്രീ പറയുന്നത്. ഇപ്പം യൂട്യൂബിൽ കൂടി മാത്രമല്ല ഫേസ്ബുക്കിൽ കൂടിയും ഇൻകം കിട്ടുന്നുണ്ടത്രേ. അപ്പം അപ്പോഴാണ് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഈ ഒരുപാട് ആളുകൾ ഇതിലേക്ക് പെട്ടെന്ന് കടന്ന് എഴുതുന്നത് കണ്ടപ്പം, യൂട്യൂബിൽ ആക്റ്റീവായിരുന്ന ആൾക്കാരെല്ലാം ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങുന്നത് കണ്ടപ്പോഴാണ്, അവരുടെ ജീവചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ എഴുതുന്നത് കണ്ടപ്പോഴാണ് എനിക്കും തോന്നിയത് എന്തോ ഒരു കാര്യമുണ്ടല്ലോ. അല്ലാതെ ഇപ്പോൾ അങ്ങനെ യൂട്യൂബിൽ സ്ഥിരം ആക്റ്റീവ് ആകുന്ന ആൾക്കാർക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ പോരെ.
അപ്പോൾ അവരൊക്കെ എന്തുകൊണ്ട് ഇതിൽ ആക്റ്റീവായി വരുന്നു, അതും എഴുതുകയാണ് ചെയ്യുന്നത് അവരൊക്കെ എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഇന്നൊരു സ്ത്രീ അത് സംസാരിച്ച് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫേസ്ബുക്കിൽ ഇൻകം കിട്ടുന്ന ഒരു മീഡിയയായി മാറിയിട്ടുണ്ടെന്നും ഫേസ്ബുക്കിൽ കൂടി ആളുകൾ ഇൻകം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതും ഇന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഫേസ്ബുക്കിന് വന്ന വല്ലാത്തൊരു വ്യത്യാസത്തിൻ്റെ റീസൺ ഇതാണെന്ന് തോന്നുന്നു. എന്തായാലും വായിക്കാൻ നല്ല രസമുണ്ട്. പലതും ആളുകൾ അവരുടെയൊക്കെ കാര്യങ്ങളും അവർ യൂട്യൂബ് ചാനൽ തുടങ്ങാനിടയായ കാരണവും അവർ കഷ്ടപ്പെട്ടതും പിന്നെ അത് സക്സസ് ആക്കി എടുക്കാൻ വേണ്ടി അവർ അനുഭവിച്ച കാര്യങ്ങളും വിഷമങ്ങളും പിന്നെ ഇപ്പോൾ അവർ ഹാപ്പി ആയിട്ട് അവരുടെ ചാനൽ സക്സസ് ആയി കൊണ്ടുവന്നതിൻ്റെ കാര്യമൊക്കെ അവരതിൽ വളരെ വിശദമായിട്ട് എഴുതുമ്പോൾ വായിക്കാൻ നല്ല രസമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ചേഞ്ച് വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതാണ് നമ്മളൊരു സ്ഥലത്ത് ആക്റ്റീവായി നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ കുറച്ച് കാലത്തേക്ക് അതിലില്ലാതായിട്ട് തിരിച്ചു വരുമ്പോഴാണ് നമുക്ക് അവിടെ ഉണ്ടായ വ്യത്യാസങ്ങൾ പെട്ടെന്ന് ഫീൽ ചെയ്യുക.